അമ്മയ്ക്കും കൂടെ വന്നോ? അമ്മമ്മയാണ് നമ്മുടെ ക്യാമറമാൻ. ഓക്കെ, ഇത് പിടിച്ചോ. അത്ര മതി, പിടിച്ചോണ്ടിരുന്നാൽ മാത്രം മതി. രണ്ട് കൈ വെച്ച് പിടിച്ചോ, അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. എന്നിട്ട് ഈ സ്ക്വയറുകൾ കണ്ടോ, ഈ സ്ക്വയറുകളൊക്കെ അതിന്റെ അകത്ത് ഞങ്ങളുടെ തലയൊക്കെ പെടണം. ഇപ്പൊ നന്നായിട്ട് ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് എങ്ങനെ തല പെടണമെങ്കിൽ ഇതിങ്ങനെ നീക്കിയാൽ മതി. ഓക്കെ, ശരി. പിന്നെ ഈ നടുക്കത്തെ സ്ക്വയർ ഉണ്ട്, ഞങ്ങൾ ഫ്രെയിമിന് നടുക്കായിട്ടാണ് നിങ്ങൾ. ഓക്കെ, ആനക്കുട്ടന്റെ പേരെന്താ? കിട്ടണുണ്ടാ? എന്റെ തല കിട്ടണുണ്ടാ? ആനയുള്ള കാരണല്ല, ഇപ്പൊ കിട്ടണുണ്ടാ എന്റെ തല? എന്താ പറഞ്ഞോണ്ടിരുന്നത്? സോ ഞങ്ങൾ കുറച്ചൊരു ഒച്ച പറ, കേൾക്കില്ല. ഹായ് ഗൈസ്, ഹായ്. അപ്പൊ ഞങ്ങൾ ഉത്സവത്തിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് ആക്ച്വലി ഉത്സവം ഡേ അല്ല, ഇന്ന് താലം ഡേ ആയിരുന്നു. ഉത്സവത്തിന് തലേ ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ കോളേജിലായിരുന്നു, സ്പോർട്സ് സെലക്ഷൻ ഒക്കെ ആയിരുന്നു. ഞാനല്ല സ്പോർട്സിൽ നിൽക്കുന്നത്, സ്പോർട്സ് സെലക്ട് അളയിലെന്ത് കോ ക്യാപ്റ്റനാണ്. അപ്പൊ അളയിലെന്തൊക്കെ സ്പോർട്സിൽ യാതൊരു ഇതും ഇല്ലെങ്കിലും അളയിലെന്താണ് എല്ലാ പിള്ളേരെയും സ്പോർട്സിന് സെലക്ട് ചെയ്യുന്നത്. ഞാനവിടെ ഒരു ഇമോഷണൽ സപ്പോർട്ടർ നിൽക്കും. ഓ, അത്ര ഉള്ളു. ഞാൻ സ്പോർട്സ് സെലക്ഷന് വേണ്ടി അവിടെ നിൽക്കുകയായിരുന്നു, ഒരു ഹെൽപ്പ് സഹായം കൊടുക്കാൻ വേണ്ടി. അറിയാതെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പിടിച്ച് വന്ന് അപ്പോഴേക്കും താരച്ചേച്ചി ഓൾറെഡി താലം പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ ആശ കാണിച്ചാൽ നീ പറഞ്ഞു. ഓക്കെ, താരച്ചേച്ചി താലം പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ 4 സൈഡിൽ നിന്നും താലം വരും. അപ്പൊ അതിൽ അങ്ങനെ കുറെ സൈഡിൽ താലമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വന്നപ്പോ താലമൊക്കെ പിടിച്ചു. അങ്ങനെ അപ്പൊ ഞാൻ ക്യാമറമാൻ. അതെ, അമ്മമ്മയാണ് ക്യാമറമാൻ. വീട്ടില് വേറെ ആരും ഇല്ല. ക്യാമറമാൻ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ ക്യാമറമാനെ ഓടിച്ചിട്ടൊന്നും സൂപ്പറായിരിക്കും അമ്മമ്മ. ഓക്കെ, സോ ഞങ്ങൾ ഉത്സവത്തിന് വീഡിയോ കിട്ടിയല്ലോ. ഉത്സവത്തിന് നമ്മള് ഈ അപ്പുക്കുട്ടനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പുക്കുട്ടൻ സുന്ദരനാണ്. അപ്പുക്കുട്ടിയാണ്. അമ്മുക്കുട്ടി ഇതൊരു ഗേൾ ആനയാണ്. നമ്മൾ തൂക്കിയിട്ടിരിക്കുകയാണ് വീട്ടില്. യെസ്. അപ്പൊ അതല്ല പറയാൻ വരട്ടെ. അപ്പൊ ഇന്നലത്തെ വീഡിയോ കണ്ടതിന് ശേഷം അമ്മ വീഡിയോ ഒന്നും മൊബൈലിൽ നിന്ന് നേരെ പിടിച്ചേ. ഓക്കെ, കറക്റ്റ്. ഓക്കെ. അപ്പൊ ഇന്നലത്തെ നമ്മൾ സിനിമയ്ക്ക് പോയതിനൊക്കെ ശേഷം ആണ് നിങ്ങൾ ഇതിപ്പോ കാണുന്നത്. അപ്പൊ ഇനി നമുക്ക് പോയി കുറച്ച് എസ്തെറ്റിക് മ്യൂസിക്കിൽ ഞങ്ങൾ താലം പിടിച്ച റോഡിൽ കൂടെ നടന്നു പോകുന്നതിന്റെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, 1 2 3. ಸ್ವರ ಶ್ರುತಿ ಸೇರಿದೆ ಸಂವತ್ಸರ, ಶುರು ಆಗಿದೆ ಮಧ್ಯಂತರ, ಕಳೆಯಲು ಮುಂದಿದೆ ಮನ್ವಂತರ, ಮನಸ್ಸುಗಳಿಗೆ ಕಾಲದ ಗತಿ ಕೇಳದವರ, ಗಾಯವು ಮಾಯಲು ಕಾಯಲು ಹೇಳುತ್ತ ಅಕ್ಕರೆಯಲಿ ಆಲದ ಮರ, ಬಿಳಲಿನ ಬೆರಳಲಿ ನೆಲದಲ್ಲಿ ಬರೆದಿದೆ ಬಿರು ಬೇಸಗೆ, ಬಿಸಿ ಕಾಯದೆ ಮುಂಗಾರಿನ ಬಳೆ ಬಾರದು ಕತ್ತಲ, ഇരുളನು ದಾಟದೆ ಮುಂಜಾನೆಯೂ ಬರಲಾರದು, ನೀರಿನ ಹರಿವಿನಲ್ಲಿ ನೀತಿಯನು ನೀ ತಿಳಿದು ಓಡುವ ಜಲಧಾರೆಯದು, ಓಘ ಎಂದಿಗೂ ನಿಲದು, ಮಳೆಯ ನೀರು ಹಳೆಯ ಕಳೆಯ ತೊಳೆಯುತ್ತ ಹಸಿರಿಗೆ ಉಸಿರಾಗದೆ, ಮನದ ನೋವ ಕರಣ ಮಾಡಿ ಮರೆಯಲು ದುಃಖಕ್ಕೂ ದಣಿವಾಗದೆ, ದುಡಿಮೆಯೂ ಒಂದೇ ದೇವರ ಸೇವೆ. ಕಾಯಕ ಇರದ ತಾಳ್ಮೆಯೂ ನೋವೇ ಸಂವತ್ಸರ, ಮನ್ವಂತರ, ಮಧ್ಯಂತರ,
ചോക്ലേറ്റ്. അവർക്ക് ബട്ടർ സ്കോച്ച് മേടിച്ചോ. ബട്ടർ കാരമൽ. ഓക്കെ. 2 ബട്ടർ കാരമൽ, 1 സ്ട്രോബെറി, 1 ചോക്ലേറ്റ്. കാണിച്ചു തന്നാ. ഓക്കെ ഓക്കെ താങ്ക് യു. ചോക്ലേറ്റ് എന്തോ 3 വാങ്ങിച്ചു. സിന്ധു എല്ലാവരും വിചാരിക്കും സിന്ധുവിന് പഴം കെട്ടിയിടാൻ പണിയാണ്. ഓ നാളെ നീ ഒന്ന് ഇളക്കിക്കൂടി. പറയുമ്പോ പറയാല്ല മേഹന ഉണ്ടാക്കിയത്. കളി അവതരിപ്പിച്ച കാറ്റാരിക്കോണം ടീമിനും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇവിടെ പ്രഭാഷണം നടത്തുന്ന രാമനാഥന് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ Okay, we are back. Yes. So നിങ്ങൾ കണ്ടല്ലോ, അതായിരുന്നു ഇന്നത്തെ പരിപാടി. നമ്മളൊരു ആനിനെ മേടിച്ചു, പിന്നെ ഞങ്ങള് കൊറേ ഐസ്ക്രീം മേടിച്ചു. ഐസ്ക്രീം മേടിച്ച് ഞങ്ങൾ നടന്ന് വീട്ടിലോട്ട്. കയ്യിൽ മൊത്തം ബട്ടർ സ്കോച്ച് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു. ഇപ്പൊ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ പോവാം. അപ്പൊ അതുള്ളൂ. ഇഫ് യു ലൈക്ക് ദാർ വീഡിയോ പ്ലീസ് ഷെയർ, കമന്റ് ആൻഡ് subscribe to our channel. Bye. കഴിഞ്ഞ Thank you.